ട്രംപ് ഇറാനെ പച്ചത്തെറി വിളിച്ചിരിക്കുന്നു. ബോംബിടിയിൽ കഴിഞ്ഞിട്ട് ഇപ്പോൾ തെറി ബോംബാണ്. ചൊവ്വാഴ്ച, നാളെയാണ് ചൊവ്വാഴ്ച നിന്നെയൊക്കെ കാണിച്ചു തരാടാ. തെറി പറഞ്ഞിട്ടാണ്. ചൊവ്വാഴ്ച കാണിച്ചു തരാം. നീയൊക്കെ ഒരു കാര്യം ചെയ്യും, നീയൊക്കെ അള്ളാഹയെ വിളിച്ച് പ്രാർത്ഥിക്കുക, നിന്റെ പാലം, പവർ പ്ലാന്റ് എല്ലാം ഞാൻ ചൊവ്വാഴ്ച തവിട് പൊടിയാക്കും എന്ന് പറഞ്ഞ് എന്തൊരു തെറിയാണ് സാറേ. സോഷ്യൽ മീഡിയയിൽ അദ്ദേഹത്തിൻ്റെ സോഷ്യൽ മീഡിയ ഉണ്ട്, ട്രൂത്ത് എന്ന് പറഞ്ഞ്. അപ്പൊ അതിനകത്ത് പറഞ്ഞത് മുഴുവൻ സത്യമായിരിക്കണം, അല്ലാതെ ഒന്നും പറയില്ല. പറഞ്ഞ വാക്കുകൾ ഭയങ്കര കടുപ്പാണ്. പറഞ്ഞല്ലേ, ഈ ഓപ്പൺ ദ ഫക്കിംഗ് സ്ട്രേറ്റ് യു ക്രേസി ബാസ്റ്റഡ്സ് ഓർ യു വിൽ ബി ലിവിങ് ഇൻ ഹെൽ, ജസ്റ്റ് വാച്ച്, പ്രൈസ് ബി ടു അല്ലാ. കണ്ടോ, കാണിച്ചു തരാം, അള്ളായോട് പ്രാർത്ഥിച്ചോടാ. അപ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ഉണ്ട്, ഇസ്രായേൽ ഡിഫൻസ് ഫോഴ്സ് വിട്ടൊരു വീഡിയോ ആണ് പുറത്തുകൊണ്ട്. അവർ ഫൈറ്ററിൽ നിന്ന് ഷൂട്ട് ചെയ്തതാണ്. ഒരു പള്ളിയിൽ അള്ളാഹെന്നുള്ള പ്രാർത്ഥന വരുന്നു. ആ പ്രാർത്ഥന ഇങ്ങനെ വന്നിട്ട് അള്ളാഹെന്നുള്ളത് പറഞ്ഞ് ഉച്ചസ്ഥായിയിൽ എത്തുമ്പോൾ പെട്ടെന്ന് പള്ളി പൊട്ടിത്തെറിച്ച് പോകുന്നു. ഒറ്റ ഒരു മിസൈൽ അറ്റാക്ക്. എന്നിട്ട് ഈ വൈമാനികർ ഈ കോക്പിറ്റിലിരുന്ന് ചിരിക്കുന്നു. വളരെ മോശമാണ് അങ്ങനെയൊക്കെ ചെയ്യുന്നത്. പക്ഷെ അവരോട് കാണിച്ച ഈ ക്രൂരതയില്ലേ, അതായത് 2023 ഒക്ടോബർ 7 ഈ ഹമാസ് ഭീകരർ കാണിച്ച ക്രൂരത സുനിൽ കണ്ടിരുന്നില്ലേ ടി വി സ്ക്രീനില്? അത് ഇവിടുത്തെ ചാനലുകളൊക്കെ അത് ഇതാക്കി, എന്താ പറയുന്നത്, ബ്ലാക്ക് ഔട്ട്, സോഷ്യൽ മീഡിയയിലും പിന്നെ വിദേശത്തെ ചാനലുകളിൽ. ഇതൊക്കെ ആണെങ്കിലും CNN-ഉം പിന്നെ അതുപോലെ ഫോക്സ് ന്യൂസും ദെൻ എന്താ പറയുന്നത് ഫ്രാൻസ് 24 എന്ന് പറഞ്ഞ ചാനലും അവരൊക്കെ അത് കാണിച്ചിട്ടുണ്ടായിരുന്നു. അത് പിന്നെ ഈ ഇസ്രായേൽ ഗവൺമെന്റ് തന്നെ അവരുടെ സാറ്റലൈറ്റ്സ് ഉപയോഗിച്ച് അവരെ കുറ്റം പറഞ്ഞതിന് അല്ല, ഇസ്രായേലുകാർ ഇങ്ങനെ കാണിക്കുന്നതിന് കുഴപ്പമില്ല. അവർക്കും അത്രമാത്രം എത്ര പേരെ കൊന്നൊടുക്കിയ ഒരു ഹമാസ് എന്ന് പറയുന്ന ഭീകരർ. എന്നും ദുരിതം അനുഭവിക്കാൻ വേണ്ടി ജനിച്ച ഒരു ജനതയാണ് ഇസ്രായേൽ. അത് പണ്ട് മെർച്ചന്റ് ഓഫ് വെനീസിൽ ഷേക്സ്പിയർ പറയുന്നുണ്ട്, ഒരു കഥാപാത്രമല്ലേ ഷൈലോക്ക് എന്ന് പറഞ്ഞ ജൂതനാണ്. അയാൾ നല്ല മനുഷ്യനാണ്, അയാളെ പോർട്രേ ചെയ്തിരിക്കണം, മോശമായിട്ടാണ് അയാളെ പോർട്രേ ചെയ്തിരിക്കുന്നത്. നമ്മൾ വായിക്കുമ്പോൾ അയാൾ പറയുന്നുണ്ട്, സഫറിങ് ഇസ് ദ ബാഡ്ജ് ഓഫ് അവർ ട്രൈബ് എന്ന് പറയുന്നുണ്ട് ആ ഡ്രാമയിൽ. അതായത് ദുരിതം അനുഭവിക്കുക, പീഡനം അനുഭവിക്കുക എന്ന് പറയുന്നതാണ് ഞങ്ങളുടെ വർഗത്തിൻ്റെ പ്രധാന ഐഡൻറ്റിഫിക്കേഷൻ മാർക്ക് എന്നാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അവർ ഇങ്ങനെയൊക്കെ ചെയ്യുന്നതിന് ഒരു കുഴപ്പമില്ല. പിന്നെ ഇസ്രായേൽ എന്ന് പറഞ്ഞാൽ അമേരിക്കയുടെ ദീർഘകാലമായിട്ട് അമേരിക്കയുടെ സാമ്പത്തിക, സൈനിക എല്ലാ രീതിയിലുള്ള സുഹൃത്തുക്കളാണ്. അവരൊരിക്കലും ഇസ്രായേലിനെ കൈവിടില്ല അമേരിക്ക. കാരണം അവിടെ ഇസ്രായേലിൽ തന്നെ നല്ല ലോബിയിസ്റ്റുകളുണ്ട് അമേരിക്കയിൽ. പക്ഷേ ഇപ്പോൾ പെട്ടെന്ന് ട്രംപ് ഈ സോഷ്യൽ മീഡിയയിൽ പുള്ളി എക്സിലൊന്നും പോകത്തല്ലോ, ട്രൂത്ത് സോഷ്യൽ അദ്ദേഹത്തിൻ്റെ സ്വന്തമാണ്. അതിലിങ്ങനെ F ചേർത്തുള്ള ഈ തെറി, പിന്നെ ബാസ്റ്റഡ്സ്, തന്തയില്ലാത്തമാരെന്ന് വിളിക്കും, നാളെ തുറന്നിരിക്കണം, ഇല്ല തട്ടും, കൊന്നുകളയും എന്നൊക്കെ പറയാം. അങ്ങനെ ഒരു രാജ്യത്തിൻ്റെ പ്രസിഡന്റ് അല്ല. അത് ഒരു ആവേശം കൊണ്ട് പറഞ്ഞതായിരിക്കണം. കാരണം ഈ സ്റ്റേറ്റ്മെൻറ്റ് വരുന്നതിന് മുമ്പ് അദ്ദേഹം മറ്റേ അമേരിക്കൻ സൈന്യം പോയിട്ട് ആ പൈലറ്റിനെ രക്ഷപ്പെടുത്തി. പൈലറ്റിനല്ല, ഗണ്ണർ, ഡീപ്പ് ഇന്റീരിയർ ഇറാനിലെ 200 കിലോമീറ്റർ അകത്ത് പോയിട്ടാണ് രക്ഷപ്പെടുത്തി കൊണ്ടുവന്നത്. മറ്റേവര് കൊല്ലാൻ കിട്ടിക്കഴിഞ്ഞാൽ അയാളെ അത്രമാത്രം കൊല്ലിയിരുന്നു അവര്. അപ്പൊ അതിന് അവര് ആ പൈലറ്റിനെ ട്രെയിൻ ചെയ്ത മറ്റൊരു പൈലറ്റ് ഉണ്ട്. ഈ F-16 വിമാനത്തിൽ പോയ ആളാണ്, F-15 വിമാനത്തിൽ പോയ ആളാണ്. അവരോട് പറഞ്ഞു കൊടുത്തിരിക്കുന്നത് എന്താണെന്നറിയോ സുനിലിന്? സ്റ്റേ റെഡി സോ യു ഡോണ്ട് ഹാവ് ടു ഗെറ്റ് റെഡി എന്ന് പറഞ്ഞ് ഇതിനകത്ത് എന്തൊക്കെ അർത്ഥമുണ്ടെന്ന് അറിയാമോ? എപ്പോഴും ദുരന്തത്തിന് തയ്യാറായിരിക്കുക. അത് അങ്ങനെ തയ്യാറായിരുന്നാൽ നിങ്ങൾ തയ്യാറാവാൻ നിങ്ങൾക്ക് പിന്നെ സമയം എടുക്കില്ല. യു ഡോണ്ട് ഹാവ് ടു ഗെറ്റ് റെഡി, യു ആർ ഓൾവേസ് റെഡി എന്നുള്ളതാണ്. അപ്പൊ ആ മനുഷ്യന്റെ കയ്യിൽ ഒരു പിസ്റ്റൾ ഉണ്ടായിരുന്നു, ഈ ജാക്കറ്റിനകത്ത് പിസ്റ്റൾ. അത് ആ പിസ്റ്റൾ വെച്ചിട്ട് അയാൾ ആത്മഹത്യ ചെയ്ത് തന്നെ. അയാളുടെ യൂണിഫോമിൽ ഒരു ബീക്കൺ ഉണ്ടായിരുന്നു. ആ ബീക്കൺ ഓൺ ചെയ്തു അയാൾ. ഒരു എന്താ പറയണ, എലിവേറ്റഡ് പ്ലേസിൽ 7000 മീറ്റർ അവിടെ എത്തിപ്പോയിട്ടാണ് അയാൾ ബീക്കൺ ഓൺ ചെയ്ത്. അങ്ങനെയാണ് ഈ റെസ്ക്യൂ മിഷന് വന്ന ആൾക്കാർക്ക് അയാളെ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. മാത്രമല്ല, അവിടെ ഉപേക്ഷിക്കപ്പെട്ട ഒരു എയർ സ്ട്രിപ്പിൽ അമേരിക്കൻ വിമാനങ്ങൾ ഇറങ്ങി. സീൽ കമാൻഡോസ് ആണ്.
സീൽ മറ്റേ ഒസാമ ബിൻ അബാട്ടോബാദിൽ പോയി നമ്മളൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അതിലൊരു വിമാനത്തിന് കേടായ ആ വിമാനം അവർ 2 വിമാനങ്ങൾ നശിപ്പിച്ചു. 2 വിമാനങ്ങൾ കേടായപ്പോൾ അത് നശിപ്പിച്ചു. കാരണം ശത്രുവിൻ്റെ കയ്യിൽപ്പെടരുത്, ടെക്നോളജി ഒന്നും പുറത്താവരുത്. പിന്നെ ഒന്ന് ഈ ഹോർമുസ് സ്ട്രെയിറ്റ് ഒരു വലിയ പ്രശ്നം ഇറാൻ കൈയടക്കി വെച്ചിരിക്കുന്നത്. അവിടെ കൂടി അവർക്ക് താല്പര്യമുള്ള രാജ്യങ്ങളെ മാത്രമേ അവർ കടത്തി വിടുകയുള്ളൂ. ഹോർമുസ് സ്ട്രെയിറ്റ് ഇറാൻ്റെ സ്വന്തമൊന്നും അല്ല. അത് ഇറാന് അതിൻ്റെ പുറത്ത് ടെറിട്ടറിയും ഒന്നും ക്ലെയിം ചെയ്യാൻ പറ്റില്ല. ഐക്യരാഷ്ട്രസഭ റെസൊല്യൂഷൻ ഉണ്ട്. എന്നിട്ടും ഈ യൂറോപ്യൻ രാജ്യങ്ങളാരും ട്രംപിനോട് സഹകരിച്ചില്ല. അതുകൊണ്ടാണ് അദ്ദേഹം പറഞ്ഞത് നിങ്ങളാണ് എന്തുവേണേ ചെയ്തു ഹോർമുസ് സ്ട്രെയിറ്റ്, എനിക്ക് അവരുടെ ഓയിലും വേണ്ട, എനിക്ക് അവരുടെ ഹോർമുസ് സ്ട്രെയിറ്റും വേണ്ട, ഞാൻ എൻ്റെ പണി ഞാൻ നോക്കിക്കോളാം. ഇപ്പൊ നാളെ ഇനിയിപ്പോ എന്തൊക്കെയാ നടക്കാൻ പോണെന്ന് ഇൻഫ്രാസ്ട്രക്ചർ മൊത്തം തകർക്കുന്നതാണ് പറഞ്ഞേക്കുന്നത്. പക്ഷെ തിരിച്ച് ഇതിന് നേരത്തെ പറഞ്ഞപ്പോൾ അവിടെ ഒരു പാലം ഇസ്രായേലിൻ്റെ ആക്രമണത്തിൽ തകർന്നു ഇറാനിലെ. അപ്പോൾ അവർ തിരിച്ച് 7 പാലങ്ങളുടെ ലിസ്റ്റ് കൊടുത്തിട്ടുണ്ട്. ജോർദാനിലെ 2 പാലങ്ങൾ, UAE-യിലെ 2 പാലങ്ങൾ, പിന്നീട് സൗദി അറേബ്യയും ബഹ്റൈനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഒരു പാലം. ഇതെല്ലാം തകർക്കുമെന്ന് ഒരു ഹിറ്റ് ലിസ്റ്റ് ഇറാനും പുറപ്പെടുവിച്ചിട്ടുണ്ട്. ഓക്കെ. ഈ യുദ്ധവിമാനങ്ങൾ അമേരിക്കയുടെ തകർന്നു എന്നുള്ളതിൽ എനിക്ക് വലിയ അത്ഭുതമൊന്നും തോന്നണില്ല. ഇത് ഈ F-16, F-15 ആയിക്കോട്ടെ, F-16 ആയിക്കോട്ടെ, F-35 ആയിക്കോട്ടെ, അത് ഈ മറ്റ് യുദ്ധങ്ങളിലൊന്നും പങ്കെടുത്ത് സജീവമായ ഒരു അതിൻ്റെ ഇത് കപ്പാസിറ്റി തെളിയിച്ചിട്ടില്ല അവർ. അത് മാത്രമല്ല, കുവൈറ്റ് 2 അടിച്ചിട്ടു, മറ്റേത് ഇറാൻ്റെ ആണെന്ന് കരുതിയിട്ട്. ഫ്രണ്ട്ലി വെടിവയ്പ്, സൗഹാർദ്ദ വെടിവയ്പ്. ഇവിടെ സൗഹാർദ്ദ തള്ളൽ, എന്താ സ്നേഹത്തള്ളലുണ്ടാവില്ലോ നമ്മുടെ VD സതീശന്റെ നവയുഗ യാത്ര, അത് സ്നേഹത്തള്ളലായിരുന്നു. ഇനി അതേപോലെ സ്നേഹവഴിയായിരിക്കണം മിക്കവാറും. ഏതായാലും നാളെ ചൊവ്വാഴ്ച എന്തെങ്കിലും നടക്കും ട്രംപ്, അതോ ചുമ്മാ പറയുന്നതാണോ? ഇതുവരെ പറഞ്ഞ മുഴുവൻ അദ്ദേഹം പിന്നെയും ഈ ഡെഡ് ലൈൻ മാറ്റി വെച്ചിട്ടുണ്ട്. ഇപ്പൊ എൻ്റെ 100ാമത്തെ അന്ത്യശാസനം എന്നൊക്കെ പറയുന്നത് അല്ലേ. അപ്പോൾ ഇത് പക്ഷെ ഇയാൾ ഇങ്ങനെയൊക്കെ പറയുമെങ്കിലും, പ്രസിഡന്റ് ട്രംപ് ഇങ്ങനെയൊക്കെ പറയുമെങ്കിലും അയാൾ ഉപദ്രവിക്കില്ല, സിവിലിയൻസിനെ അയാൾ ഉപദ്രവിക്കില്ല. അയാൾ മനുഷ്യത്വമുള്ള ഈ പാലങ്ങളും ഇൻഫ്രാസ്ട്രക്ചർ വൈദ്യുതിയൊക്കെ തകർക്കുമ്പോൾ സിവിലിയൻസിനെ ബാധിക്കും. പക്ഷെ അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറഞ്ഞത്, അത് തകർക്കോ ഇല്ലയോ എന്നുള്ളത് തകർത്ത് കഴിഞ്ഞാൽ മാത്രമേ പറയാൻ പറ്റുള്ളൂ. കാരണം അത് തകർക്കുമ്പോൾ അമേരിക്കയുടെ ഒരു ഇമേജ് ഉണ്ട്, ഒരു ജനാധിപത്യ. ഈ പച്ചത്തെറി സോഷ്യൽ മീഡിയയിൽ ഏതെങ്കിലും രാജ്യത്ത് അല്ല, അത് അദ്ദേഹത്തിന്റെ സ്വഭാവം അതാണ്. കാരണം ഒരു പറയ പോലുമില്ല, എഴുതി പോസ്റ്റ് ചെയ്യാണ്. എന്തൊരു തെറിയാണ്. പല പൊതുവേദികളിലും അദ്ദേഹം ഇതിനു മുമ്പ് പറഞ്ഞിട്ടുണ്ട്. ചില വനിതകളെയൊക്കെ പറ്റി ചില കമന്റ്സ് പറഞ്ഞിട്ടുണ്ട്. അത് ഒരു പത്രക്കാരി അദ്ദേഹത്തിന്റെ അടുത്ത് ചോദിച്ചു, എന്തോ ഒരു ചോദ്യം അദ്ദേഹത്തിന് ഇഷ്ടപ്പെടാത്ത ചോദിച്ചു. അപ്പോൾ ചോദിച്ചു, യു ആർ ഫ്രം വിച്ച് ന്യൂസ് പേപ്പർ? ന്യൂയോർക്ക് ടൈംസ്. ദാറ്റ് ന്യൂസ് പേപ്പർ ഇറ്റ് സെൽഫ് ഇസ് ഫുൾ ഓഫ് ലൈസ്, യു ആർ എ ലയർ. ആ പത്രം നിറയേക്കാളും നീ ഒരു കള്ളിയാണ്. അപ്പോൾ അതൊരു, ഞാൻ പറയണ അതൊരു രസീനാണ്, കുറച്ച് അഗ്രസീവ്നെസ് വേണം. പണ്ടൊരു ടെന്നീസ് കളിക്കാരനുണ്ടായിരുന്നു, സുനിൽ സ്പോർട്സ് ഇഷ്ടമാണ് എന്നാലും ഞാൻ പറയാം, അറിയില്ല, ജോൺ മെക്കൻറോ എന്ന് പറഞ്ഞ ഒരു ടെന്നീസ് കളിക്കാരനുണ്ടായിരുന്നു അമേരിക്കയിൽ. അപ്പോൾ ഇയാൾ ടെന്നീസ് കളിക്കുമ്പോൾ എതിരാളികളെ ഡിമോറലൈസ് ചെയ്യണ എങ്ങനെയാണെന്നറിയാമോ? അയാളുടെ പച്ചത്തെറിയൊക്കെ വിളിച്ചു പറയും. പച്ചത്തെറി. അതെങ്ങനെയാണെന്ന് വെച്ചാൽ $50,000 സമ്മാനം കിട്ടും അയാൾക്ക് കളിച്ചിട്ട്. അതിൽ $45,000 പിഴയായിട്ട് പോകും. ഈ കളിക്കളത്തിൽ വെച്ച് ഒബ്സീൻ വാക്കുകളൊക്കെ ഉച്ചരിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പണിഷ്മെന്റ് വരും. അപ്പോൾ ഒരു ഇന്ത്യൻ സർദാർജി ഒരു ഇതായിട്ട് റെഫറി നടക്കുക ഒരു മാച്ചിൽ. അപ്പോൾ അയാൾ ഈ മെക്കൻറോയ്ക്ക് എതിരായിട്ടുള്ള ഒരു ഡിസിഷൻ എടുത്തു. അയാൾ പറഞ്ഞു തെറ്റാണെന്ന് പറഞ്ഞു. എന്നിട്ട് ഇയാൾ തിരിഞ്ഞു നോക്കിയിട്ട് പറയോ, ദാറ്റ്സ് എൻ ഇന്ത്യൻ കോൾ, ഇന്ത്യൻ ഡിസിഷനാണ്. ഭാഗ്യം അന്ന് വലിയ പ്രശ്നമൊന്നും ഉണ്ടായില്ല. സംഗതി 2 രാജ്യങ്ങൾ തമ്മിലുള്ള ബന്ധത്തെ ബാധിക്കുന്നതാണ്. അപ്പൊ ഇത് ട്രംപ് പക്ഷേ ഇതിന് ഒരു മറുപടി ഇറാന്റെ പാർലമെന്റ് സ്പീക്കർ മുഹമ്മദ് ബാഗർ ഖലീഫ പറഞ്ഞിട്ടുണ്ട്. അതായത് അങ്ങനെ വന്നാൽ ഗൾഫ് മേഖല മുഴുവൻ ഞങ്ങൾ കത്തിച്ചു കളയും. അതിന്റെ പ്രതികരണമാണ് ഇന്നിപ്പോ കണ്ടത്. അവരുടെ ഇന്റലിജൻസ് മേധാവിനെ കൊന്നു. ഇറാന്റെ ഇന്റലിജൻസ് മേധാവിനെ കൊന്നു. ഗൾഫ് മേഖല റീജിയൻ മുഴുവൻ ഞങ്ങൾ കത്തിക്കും. പിന്നെ നെതന്യാഹുവിൻ്റെ ഉത്തരവ് പ്രകാരം ഇനിയും എന്തെങ്കിലും അബദ്ധം ചെയ്യാൻ ശ്രമിച്ചാൽ
വിവരം അറിയും എന്നൊക്കെ ഇറാൻ്റെ സ്പീക്കർ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിനകത്തൊരു ഡയലോഗ്, നെതന്യാഹുവിൻ്റെ ഉത്തരവ് പ്രകാരമാണ് ട്രംപ് പ്രവർത്തിക്കുന്നത് എന്നൊരു ഡയലോഗുണ്ട്. അപ്പോൾ അയാളെ കുറെ കൂടി അഗ്രസീവ് ആവും. ട്രംപ് കുറെ കൂടി അഗ്രസീവ് ആവും. നാളെ അപ്പോൾ എന്താ പറയുക, ഒരു വിട്ടുവീഴ്ചയിലാണ്ട് എന്തെങ്കിലും ചെയ്യും അയാളെ പ്രകോപിപ്പിക്കാതിരിക്കാൻ നല്ലത്. കാരണം ഇപ്പം നരേന്ദ്രമോദി കാണിച്ച് കണ്ടില്ലേ, ഈ താരിഫ് വർധനവുണ്ടായി, 50% 60% ഒക്കെ വർദ്ധിപ്പിച്ചു എന്ന് പറഞ്ഞു. അദ്ദേഹം പ്രതികരിച്ചോ? ശ്രദ്ധിച്ചുകൂടിയില്ല. എത്ര തവണ ഫോൺ ചെയ്തു പ്രസിഡന്റ്, അവസാനം പറഞ്ഞു എൻ്റെ ഇന്ത്യൻ പ്രധാനമന്ത്രി എൻ്റെ ഫോൺ എടുക്കുന്നില്ല. അതേ ഒരു മാർഗമുള്ളൂ, മിണ്ടാതിരിക്കുക, ഇഗ്നോർ ചെയ്യുക. അതൊക്കെ അവസാനം അയാൾ തന്നെ വന്ന് പറഞ്ഞില്ല, ഞങ്ങള് ഭ്രാന്ത് അതിന്റെ പീക്കിൽ എത്തുമ്പോഴാണ് ഇതൊക്കെ വരുന്നത്. പ്രസിഡന്റ് ട്രംപ് എന്ന് പറയുന്ന ഒരു കഥാപാത്രമാണ്, പറഞ്ഞു ചിരിക്കാനായിട്ടുള്ള ഒരു കഥാപാത്രമുണ്ട്. ഇപ്പൊ ഇതിനു മുമ്പ് ഒരു റിപ്പബ്ലിക്കൻ പ്രസിഡന്റ് ഉണ്ടായിരുന്നു, റൊണാൾഡ് റീഗൻ. റൊണാൾഡ് റീഗൻ ഞാൻ എപ്പോഴും പറയും, അദ്ദേഹം ഈ ചലച്ചിത്ര നടനായിരുന്നു, ഭയങ്കര ഹാൻസം ആയിരുന്നു, വലിയ നമ്മൾ ക്ലിന്റ് ഈസ്റ്റ്വുഡിനെയൊക്കെ പോലെയുള്ള ഒരു നടനായിരുന്നു. അപ്പൊ കൂടുതലും കൗബോയ് ചിത്രങ്ങളിലാണ് അഭിനയിക്കുക. അപ്പൊ അദ്ദേഹത്തിന്റെ പഴയ സിനിമകൾ ഫോട്ടോഗ്രാഫ്സ് കാണുമ്പോഴേ അറിയാം. അപ്പോൾ കൗബോയുടെ തൊപ്പിയൊക്കെ വെച്ച് കുതിരപ്പുറത്ത് ഇപ്പോൾ ആഞ്ഞു വരികയൊക്കെ ചെയ്യും. ഇപ്പം ഈ കൗബോയ്സ് വർത്തമാനം പറയുമ്പോൾ ഒരു പ്രത്യേക ശൈലിയിലാണ് വർത്തമാനം പറയാം. അവർ മറ്റേ ഈ ഒബ്സീൻ വാക്കുകളൊക്കെ അതിൻ്റെ കൂടെ കുത്തിച്ചേർക്കുകയൊക്കെ ചെയ്യും. അപ്പോൾ ഈ റൊണാൾഡ് റീഗൻ അങ്ങനെയുള്ള റോളുകളിലൊക്കെ അഭിനയിച്ചിട്ട് പ്രസിഡൻ്റ് ആയി കഴിഞ്ഞപ്പോൾ ആൾക്കാർ വിചാരിച്ചു ഇയാൾ എന്തെങ്കിലും പറഞ്ഞു. അദ്ദേഹം ആരെയും ചീത്ത പറഞ്ഞില്ല, വളരെ മാന്യമായ ഭാഷയിലാണ്. എന്നാൽ ഏറ്റവും രസികനായ ഒരു അമേരിക്കൻ പ്രസിഡന്റ് ആയിരുന്നു അദ്ദേഹം. എല്ലാത്തിനും ഒരു നർമ്മബോധം, സ്വയം എന്താ പറയണ ഇത് വിശേഷിപ്പിക്കാൻ അത് സ്വയം പറയും അദ്ദേഹത്തെ കുറിച്ചും പിന്നെ മറ്റുള്ളവരെ കുറിച്ച്. അപ്പോൾ അദ്ദേഹം ഒരിക്കൽ ഒരു ഡയലോഗ് പറഞ്ഞു, ഒരു സംഭവം പറഞ്ഞാണ് പ്രസംഗത്തിൽ. ഞാൻ അടുത്ത കാലത്ത് ഒരു അമേരിക്കക്കാരനെ കണ്ടു. അപ്പോൾ സോവിയറ്റ് യൂണിയൻ പൗരനെ കണ്ടു. അപ്പോൾ ഞാൻ പറഞ്ഞു, സോവിയറ്റ് യൂണിയനും അമേരിക്കയായിട്ടുള്ളൊരു വ്യത്യാസം എന്ന് പറഞ്ഞാൽ ഇവിടെ അഭിപ്രായ സ്വാതന്ത്ര്യമുണ്ട്, ആർക്കും എന്ത് വേണമെങ്കിലും പറയാം, നിങ്ങളുടെ നാട്ടിൽ അതില്ല എന്ന്. അപ്പോൾ സോവിയറ്റ് പൗരൻ പറഞ്ഞു, അങ്ങനെയൊന്നുമില്ല, ഞങ്ങളുടെ നാട്ടിൽ അഭിപ്രായ വ്യത്യാസമൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു. നോക്കൂ, ഒരു അമേരിക്കൻ പൗരന് വൈറ്റ് ഹൗസിൽ എൻ്റെ ഓവൽ ഓഫീസിൽ വന്ന് കഴിഞ്ഞിട്ട് എൻ്റെ നേരെ വന്ന് മേശപ്പുറത്ത് അടിച്ചിട്ട് പറയാം, മിസ്റ്റർ പ്രസിഡന്റ്, ഐ ഡോണ്ട് ലൈക്ക് ദ വേ യു ആർ റണ്ണിങ് ദ കൺട്രി എന്ന് പറഞ്ഞാൽ, മിസ്റ്റർ പ്രസിഡന്റ്, നിങ്ങൾ ഈ രാജ്യം ഭരിക്കുന്ന ശൈലി എനിക്ക് ഇഷ്ടമല്ല, നിങ്ങൾ ഇമ്പ്രൂവ് ചെയ്യേണ്ടിയിരിക്കണു, അതിനുള്ള സ്വാതന്ത്ര്യമൊക്കെ ഞങ്ങൾ കൊടുക്കുന്നുണ്ട്, നിങ്ങളുടെ നാട്ടിൽ കിട്ടുമെന്ന് ചോദിച്ചു. അപ്പോൾ ഈ സോവിയറ്റ് പൗരൻ പറയാം, പിന്നെ ഐ ക്യാൻ ഗോ ടു ദ ക്രെംലിൻ, ഐ ക്യാൻ എൻ്റർ ഗോർബച്ചേവ്സ് ഓഫീസ് ആൻഡ് ബീറ്റ് ഓൺ ഹിസ് ടേബിൾ ആൻഡ് ടെൽ മിസ്റ്റർ പ്രസിഡന്റ്, ഐ ഡോണ്ട് ലൈക്ക് ദ വേ മിസ്റ്റർ റീഗൻ ഈസ് റണ്ണിങ് USA. റീഗൻ ഭരിക്കുന്നത് ഇഷ്ടപ്പെടുന്നില്ല. അതിനുള്ള സ്വാതന്ത്ര്യം ഇവിടെ ഉണ്ട്. ഇപ്പം ഇതുപോലെ എത്രയോ കാര്യങ്ങളാണെന്ന് പറയാം അദ്ദേഹത്തിന്റെ പ്രസംഗത്തിൽ പറയാൻ മുഴുവനും. അപ്പൊ ഈ ഇന്ദിരാഗാന്ധി അവിടെ 1980-81 വിദേശ പര്യടനത്തിൽ അമേരിക്കയിൽ പോയിരുന്നു. അപ്പോൾ അവിടെ പോയപ്പോൾ അവർ ആദ്യം പ്രസംഗിച്ചപ്പോൾ ഞങ്ങളിവിടെ ഒരു ഫോർ മീ എവരി ജേർണി ഈസ് an adventure in search of peace, happiness and serenity for the world എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ എന്നിട്ട് ഇവരുടെ കാശ്മീരി ബാക്ക്ഗ്രൗണ്ടിനെയൊക്കെ പറ്റി പറഞ്ഞു. അപ്പോൾ അദ്ദേഹം the Madam Prime Minister belongs to Kashmiri Brahmin. That is what she was telling. I belong to Massachusetts. I'm a Massachusetts Brahmin. അപ്പം ഈ ടങ്ങിൻ്റെ ചീക്ക് റിപ്ലൈ കൊടുക്കാനും അത് ആരെ ഹർട്ട് ചെയ്യാത്ത രീതിയിൽ കുറേ ഇതുണ്ട്, തമാശയുണ്ട്. പലതും നമ്മുടെ റൊണാൾഡ് റീഗൻ ഫൗണ്ടേഷൻ്റെ ആ വെബ്സൈറ്റിനകത്ത് പല ജോക്സും കാണാൻ പറ്റും. ഏതായാലും ഇതിപ്പോൾ വലിയ ഈ സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് എഴുതി പാശ്ചാത്യ പറഞ്ഞിട്ട് നാളെ നിന്നെ തകർത്ത താന്തയില്ലാത്തമാരെ എന്നൊക്കെ പറയുന്നൊരു പ്രസിഡന്റ് എന്ന് പറഞ്ഞാൽ സത്യത്തിൽ ഒരു കഥാപാത്രമാണ്. ഉള്ളില് ഇറാനിയൻസിന് പേടിയുണ്ടാവും കേട്ടോ, തീർച്ചയായിട്ടും പേടിയുണ്ടാവും ഇത് കേട്ട് കഴിഞ്ഞിട്ട്. അയാളെ ദേഷ്യപ്പെട്ട് കഴിഞ്ഞാൽ അയാളെങ്ങാനും പറഞ്ഞാലോ ന്യൂക്ലിയർ ബോംബ് എടുത്ത് പ്രയോഗിച്ചേക്കാൻ അത്രേ ഉള്ളൂ, ലോകം ചെയ്യാൻ പറ്റും. വേൾഡ് വാർ എങ്കിൽ വേൾഡ് വാർ. അതല്ലേ ഇറാനിയൻസ് പറഞ്ഞിരിക്കണേ, ഇവിടെ ന്യൂക്ലിയർ ബോംബ് ഇട്ടാലോ ഞങ്ങളുടെ ഞങ്ങളുടെ ന്യൂക്ലിയർ റിസർച്ച് ലബോറട്ടറി തകർത്താലോ ദുരിതം ഉണ്ടാവുമ്പോൾ ഞങ്ങളുടെ ചുറ്റുവട്ടത്തുള്ള രാജ്യങ്ങൾക്ക് റേഡിയേഷൻ അവിടേക്കേ പോവുള്ളൂ, ഇവിടെ വളരെ കുറച്ചേ ഉണ്ടാവും. ഒരു കാര്യം ഉണ്ടായിരുന്നു, ആ നോബൽ പ്രൈസ് എങ്ങാനും കൊടുത്തിരുന്നേ, കാരണം ഒരു അടങ്ങിയിരുന്നേനെ. അത് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഒരു എന്താ പറയുക, അടുത്ത നൊബൽ പ്രൈസ് എനിക്കാന്ന് മുമ്പിൽ അന്നേ പറഞ്ഞിരുന്നല്ലോ. പ്രിയപ്പെട്ട പ്രേക്ഷകരെ,
ഞങ്ങൾ ഇന്ത്യ ലൈവ് പതിപോലെ നമ്മൾ പറയുകയാണ്, മാധ്യമങ്ങളിൽ വരാത്ത, മറ്റു മാധ്യമങ്ങൾ പറയാത്ത വാർത്തകളാണ് നിങ്ങളുടെ മുന്നിലേക്ക് കൊണ്ടുവരുന്നത്. ഇത് പറയാൻ ഞങ്ങൾക്ക് പ്രേരണയും ശക്തിയും നിങ്ങളാണ്. നിങ്ങൾ ഞങ്ങളുടെ കൂടെ ഉണ്ടാവണം. ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. നമുക്കൊരു ചാനൽ കൂടിയുണ്ട്, C4N, C4N മലയാളം. നമ്മൾ ഈ തെരഞ്ഞെടുപ്പൊക്കെ ആയതുകൊണ്ട് കൂടുതൽ വാർത്തകൾ നമ്മുടെ ഈ പ്ലാറ്റ്ഫോമിൽ തന്നെ കൊടുക്കാൻ കഴിയാത്തതുകൊണ്ടാണ് C4Nൽ പുതിയ വാർത്തകൾ കൊടുക്കുന്നത്. അപ്പോൾ ആ ചാനലും കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. ഇന്ത്യ ലൈവ് ഉറപ്പായിട്ടും ചെയ്യണം. C4N കൂടെ, C4N, C എന്ന് പറഞ്ഞാൽ ക്രെഡിബിൾ, ഫോർ എൻ നേഷൻ, രാജ്യം. നമ്മുടെ രാജ്യത്തിന് വേണ്ടിയാണ്. രാജ്യം വിട്ട് ഒരു കാര്യവും ഇന്ത്യ ലൈവിനില്ല. അതുകൊണ്ട് ഞങ്ങളുടെ കൂടെ ഉണ്ടാവണം എന്നുകൂടി അഭ്യർത്ഥിക്കുന്നു.